ഹായ് നമസ്കാരം. ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബൈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്തായിക്കുണ്ടായിരുന്നു, പാലക്കാട് തങ്ങന്മാരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് SV വൈബ്സ് പറഞ്ഞൊരു ചാനല് ഒരു യൂട്യൂബ് ചാനലാണ്. ആ യൂട്യൂബ് ചാനലിൽ മൂപ്പരെതിരെ ലീഗിനെ പോയി കണ്ടതിന് ആ സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് പറയേണ്ടത് ഇതിന് ചുക്കാൻ പിടിച്ചത് ലീഗുകാരാണെന്നും ആദ്യം ബൈ ഇലക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പം മുന്നോട്ട് വന്നത് ലീഗുകാരാണെന്നും ലീഗുകാർക്കാണ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ മൊത്തം സംസാരിക്കേണ്ടതിന് അതിനെതിരെ ഈ SV വൈബ്സ് പറഞ്ഞ ചാനല് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊന്ന് കേട്ടോക്കി, ഇങ്ങോട്ട് അതിന് ശേഷം കുറച്ച് എനിക്ക് പറയാനുണ്ട്. രാവിലെ തന്നെ പാണക്കാട് എത്തിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്, കൃത്യമായി കേൾക്കേണ്ടതാണ്. നിലമ്പൂരിലെ വിജയം ലീഗ് എന്ന ഊന്നുവടിയുടെ സഹായത്തിൽ നേടിയെടുത്തതാണ്. അതിൽ കോൺഗ്രസിന്റെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി, ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ, തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കാൻ. അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി, മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട്, ഇക്ബാൽ മാസ്റ്ററൊക്കെ ഇവിടെയുണ്ട്. വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ, കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു. കേട്ടല്ലോ, മുസ്ലിം ലീഗ് ആദ്യമേ പ്രചരണം തുടങ്ങുന്നു. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രചരണം എന്താണ്? മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറി ഞമ്മന്റെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് ഇവരുടെ രീതിയിൽ രാഷ്ട്രീയ പ്രചരണം. പക്ഷേ നാട്ടുകാർക്ക് അത് കാണാൻ പറ്റില്ല. ഒരു മതത്തിന്റെ പേര് വെച്ചുള്ള ഒരു രാഷ്ട്രീയ സംഘടന, ആ രാഷ്ട്രീയ സംഘടന അതേ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതേ മതവിഭാഗത്തിലെ വർഗീയവാദികളെ, അത് സുഡാപ്പികളായിക്കോട്ടെ, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, മൗദൂദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, ആ വിഷപ്പാമ്പുകളെ കൂടി ലീഗിന്റെ നേതൃത്വത്തിൽ അടച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ നാട്ടിൽ വർഗീയത എന്ന് പറയാൻ പാടില്ല. പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതാ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ഈ SV വൈബ്സ് ഉള്ള ആള് ഏത് മണ്ഡലക്കാരനാണെന്ന് കേരളക്കാരനാണ് മനസ്സിലായി, പക്ഷെ ഏത് മണ്ഡലക്കാരനാണ് നമുക്കറിയില്ല. പക്ഷെ അയാൾ ഈ ഭാഗത്തുള്ള ഒരാളാണെങ്കിൽ വർത്താനം പറയില്ല, മലപ്പുറത്തുള്ള ആളാണെങ്കിൽ തീർച്ചയായും തീരെയും പറയില്ല. ഞാൻ വണ്ടൂർ മണ്ഡലത്തില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ സത്യത്തിൽ ഞാനൊരു ലീഗ് വിരോധിയാട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ കാര്യം ഇല്ലാത്തത് പറയുമ്പോൾ നമുക്കെന്താ അതിനെതിരെ പ്രതികരിക്കണം തോന്നി. അതുകൊണ്ടാണ് SV വൈബ്സിനെതിരെ നമ്മളിങ്ങനെ പറയുന്നത്. ലീഗ് വീടാന്തരം കയറിയിട്ടുണ്ടാവും, പക്ഷെ അത് മതം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനല്ല. ഇനി മലപ്പുറം ജില്ലയിൽ വന്നുകൊണ്ട് മതം പറഞ്ഞിട്ട് വോട്ട് പിടിച്ച് നോക്കി നിങ്ങൾക്ക് വോട്ട് കിട്ടൂല. മലപ്പുറം ജില്ല എന്നല്ല, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ മതത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ആളുകളല്ല, രാഷ്ട്രീയത്തിന് വേണ്ടി മതം ഉപയോഗിക്കുന്ന ആളുകളല്ല. കാരണം ഞങ്ങൾക്കറിയാം മതം വേറെയാണ്, അതേപോലെ തന്നെ രാഷ്ട്രീയം വേറെയാണെന്നുള്ളത്. ഞങ്ങൾക്ക് മതം കൊണ്ട് രാഷ്ട്രീയം കൊണ്ട് മതം കളിക്കേണ്ട ഒരു ആവശ്യമില്ല, അത് വേറെ. പക്ഷെ നിലമ്പൂർ മണ്ഡലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലീഗുകാർ കളിക്കാൻ കാരണങ്ങളുണ്ട്. വീടാന്തരം വീട് കയറിക്കാണ്ട് വോട്ട് ചോദിക്കാനും കാരണങ്ങളുണ്ട്. കാരണം ഇതുവരെ 9 വർഷം നഷ്ടപ്പെട്ടത് ലീഗുകാരെ കളികൾ കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിയും ആര്യാടൻ ഷൗക്കത്ത് എന്ന വ്യക്തിയും കുറേ പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ലീഗിനെതിരെയല്ലേ. അങ്ങനെ ലീഗിൻ്റെ അണികളെ വിഭജിച്ച് കിടക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂരിൽ നിന്നുള്ളത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയോടാണ്, സ്ഥാനത്തിൻ്റെ പിതാവിനോടാണ് കുറച്ച് ലീഗുകാർക്ക് ഇടാം, ഞാൻ നേതാക്കന്മാർക്കെന്ന് പറയുന്നില്ല, കുറച്ച് അണികൾക്ക് എന്തുണ്ടായിരുന്നു, വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പ് തീർക്കാൻ ഈ ഇലക്ഷന് എന്ന് പറയുന്നത് നമ്മൾ ലീഗുകാർക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ, അല്ലെങ്കിൽ UDFനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, സ്ഥാനാർത്ഥിനെ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനാണ് അവർ വീടാന്തരം വീട് കയറിയത് എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട്. അല്ലാതെ മതം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനുള്ള ഒരു മണ്ഡലമല്ല നിലമ്പൂർ എന്ന് പറഞ്ഞതും മലപ്പുറം ജില്ലയിൽ എവിടെയാണെങ്കിലും. മതം പറഞ്ഞിട്ടൊരു കാര്യമല്ല. അങ്ങനെ മതം പറഞ്ഞ് കേൾക്കുന്ന മണ്ഡലമാണെങ്കിൽ ഇവിടെ സഖാക്കന്മാരുണ്ടാകാനേ പാടില്ല. കാരണം സഖാക്കന്മാരുടെ ചിന്താഗതി എന്ന് പറയുന്നത് നിരീശ്വരവാദമാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിരീശ്വരവാദത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവരുടെ ചില ആശയങ്ങൾ തിരഞ്ഞെടുക്കുന്നതോടെ സഖാക്കന്മാരുണ്ടായത്. അപ്പോൾ SV വൈബ്സിനോട് എനിക്ക് പറയാനുള്ളത്, മതം പറഞ്ഞുകൊണ്ട് വെറുതെ വ്യൂസിന് വേണ്ടിയിട്ട് ഇല്ലായ്മ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ മലപ്പുറംകാരെ എന്തായാലും തെറ്റിദ്ധരിക്കില്ല, മലപ്പുറംകാരെല്ലാം ബുദ്ധിയില്ല. ബുദ്ധി മീൻസ് ഈ മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കാത്ത ആളുകളായതുകൊണ്ട് അവർ പ്രശ്നമല്ല. ഇങ്ങനെ അടിക്കണ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ചിലപ്പോൾ കൈയടികൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ മലപ്പുറം ജില്ലയിൽ വന്ന് നിങ്ങൾക്ക് ചെവിക്കുറ്റിക്ക് അടിയ കിട്ടുക, കാരണം അങ്ങനത്തെ വാക്കുകൾ നിങ്ങൾ പറയുന്നത്. അപ്പോൾ കേട്ടോക്കിയപ്പോൾ സത്യമെല്ലാം തോന്നിയത് നമുക്ക് വിളിച്ചു പറയണ്ടല്ലോ. അപ്പോൾ അതിനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. ഈ ചങ്ങായി